വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ ക്വസ്റ്റ്യൻ ടാഗ്സിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളതാണ് ടോപ്പിക്. ക്വസ്റ്റ്യൻ ടാഗ്സ് ആർ സ്മാൾ ക്വസ്റ്റ്യൻസ് ദാറ്റ് കം അറ്റ് ദ എൻഡ് ഓഫ് സെന്റൻസസ് ടു കൺഫേം അവർ തിങ്കിങ്. അപ്പൊ നമ്മളുടെ ചിന്താഗതി ശരിയാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന സെന്റൻസിന്റെ കൂടെ ചേർക്കപ്പെടുന്ന ചെറിയ ക്വസ്റ്റ്യൻസുകളെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ സെന്റൻസിനോട് ചേർന്നിട്ടാണ്, ആ സ്റ്റേറ്റ്മെന്റിനോട് ചേർന്നിട്ടാണ് നമ്മൾ ആ ചോദ്യം ചേർക്കുന്നത്. ഇറ്റ്സ് വെരി ഹോട്ട്, ഈസന്റ് ഇറ്റ്? വളരെ ചൂടാണ്, അങ്ങനെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. മലയാളത്തിലും അങ്ങനെ തന്നെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മളുടെ ചിന്താഗതി തന്നെയാണോ കൂടെയുള്ളവർക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് ഇതൊക്കെ. അങ്ങനെയല്ലേ എന്നൊക്കെ. അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ടാഗും. ഇറ്റ് ഈസ് വെരി ഹോട്ട്, ഈസന്റ് ഇറ്റ്? അങ്ങനെ അല്ലേ എന്നാ ചോദിക്കുന്നത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റിനോടോ അല്ലെങ്കിൽ സെന്റൻസുകളുടെ കൂടെ ചേർക്കപ്പെടുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതാണ്, അല്ലെങ്കിൽ സ്മാൾ ക്വസ്റ്റ്യൻസ്, അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഇതിൽ ഏതാണ് ക്വസ്റ്റ്യൻ ടാഗ്? ഈസന്റ് ഇറ്റ് എന്നുള്ള ആ പാർട്ട് മാത്രം. ക്വസ്റ്റ്യൻ ടാഗ് ആൾവേസ് ബിഗിൻസ് വിത്ത് ആൻ ഓക്സിലറി വെർബ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഒരു ഓക്സിലറി വെർബിലായിരിക്കും തുടങ്ങുന്നത്. രാജു ക്യാൻ റൺ ഫാസ്റ്റ്. ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ടാഗ് ആയിരിക്കണം. ക്യാൻ എന്നുള്ള മോഡൽ വെർബ് ഉപയോഗിച്ചുകൊണ്ട് ടാഗ് ഏതാണ്? ക്യാൻ ഹി. കനോട്ട് ഹി എന്നുള്ളതിന്റെ ചുരുക്കരൂപമാണ് ക്യാൻ ഹി. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ. ഇതും ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്, നെഗറ്റീവ് ടാഗ് ആയിരിക്കും. ആ സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ട്, ഈസ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടാഗ് തുടങ്ങിയിരിക്കുന്നു. ഈസിന്റ് ഇറ്റ്. ഈസിന്റ് ഇറ്റ് എന്നുള്ളതിന്റെ ഈസ് നോട്ട് ഇറ്റ് എന്നുള്ളതിന്റെ ചുരുക്കരൂപമാണ് ഈസിന്റ് ഇറ്റ്. എപ്പോഴും ഈ ടാഗ് ക്വസ്റ്റ്യൻ ചുരുക്കരൂപത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈസിന്റ് ഇറ്റ്, ക്യാൻ ഹി, അങ്ങനെ പറയുള്ളൂ. കൺട്രാക്റ്റഡ് ഫോം എന്ന് പറയുന്നവ. എ പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് ആയിരിക്കും. ഗീത ഈസ് എ ഡോക്ടർ, അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈസ് എന്നുള്ള ആ ഒരു ഓക്സിലറി ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ്. ഈസിന്റ് ഇറ്റ്, ഈസിന്റ് ഷീ. ഗീത എന്നുള്ളത് പ്രോനൗൺ ആക്കുക ഷീ. ഈസിൻ ഷീ, ഈസ് നോട്ട് ഷീ എന്നാണ്. പക്ഷെ എപ്പോഴും ടാഗ് ക്വസ്റ്റ്യൻ കൺട്രാക്റ്റഡ് ഫോമിലേ ഉണ്ടാവുള്ളൂ. ഈസിൻ ഷീ. വി ലൈക്ക് ഐസ്ക്രീം. ഇവിടെ ഓക്സിലറി വെർബില്ല, പോസിറ്റീവ് സെന്റൻസ് ആണ്. വി ആണ് സബ്ജക്റ്റ്. അപ്പം മെയിൻ വെർബ് എന്താണ്? ലൈക്ക്. ലൈക്ക് എന്ന് കാണിക്കുന്നത് പ്രസന്റ് ടെൻസിനെയാണ്. അപ്പൊ അവിടെ ഡു അല്ലെങ്കിൽ ഡസ്. അപ്പൊ വി ആയതുകൊണ്ട് ഡു ആണ് ഉപയോഗിക്കേണ്ടത്. ഡു പ്ലസ് നോട്ട്, ഡോൺ വി, അതാണ് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ്. എ നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എ പോസിറ്റീവ് ടാഗ് ആണ് വരിക. ഗീത ഈസ് നോട്ട് എ ഡോക്ടർ, അവിടെ നോട്ട് എന്ന് വന്നു ആ സെന്റൻസിൽ. അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ടാഗ് ആണ് വരിക. ഈസ് ഷീ. രാജു കനോട്ട് റൺ ഫാസ്റ്റ്, അതും ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ അതിലത്തെ ക്യാൻ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻ ഹി എന്നുള്ള പോസിറ്റീവ് ടാഗ് ആക്കി മാറ്റുക. If there is no auxiliary in the statement, use do, does, did in the question tag. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കുക. ഡൂവും ഡസും വരെ ഏതിലാണ്? പ്രസന്റ് ടെൻസിൽ. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് മാത്രം ഉപയോഗിക്കുക. യു സ്പീക്ക് ജർമ്മൻ, ഇതൊരു പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. സ്പീക്ക് എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ ഇവിടെ ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ടാഗ് ആയിരിക്കും. ഇപ്പൊ ഡു പ്ലസ് നോട്ട്, ഡോണ്ട് യു, അതാണ് അതിന്റെ ടാഗ്. അനു കോൾഡ് യു ലാസ്റ്റ് നൈറ്റ്. ഇവിടെ കോൾഡ് എന്ന് കാണിക്കുന്നത് പാസ്റ്റ് ടെൻസിനെയാണ്. അനു എന്ന് പറയുമ്പോൾ ഷീ എന്നുള്ള പ്രൊനൗൺ ആണ് വരിക. ഡിഡിൻ ഷീ, ഡിഡ് പ്ലസ് നോട്ട്, ഡിഡിൻ ഷീ എന്നാണ് അതിന്റെ ടാഗ്. ദ സബ്ജക്റ്റ് ഇൻ ദ ടാഗ് ഷുഡ് ബി എ പ്രൊനൗൺ. എപ്പോഴും ടാഗ് ക്വസ്റ്റ്യനിലെ സബ്ജക്റ്റ് പ്രോനൗൺ ആയിരിക്കും. ഐ, വി, യു, ഹി, ഷീ, ദേ, ഇറ്റ് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ടാഗിലത്തെ സബ്ജക്റ്റ്. അതായത് സബ്ജക്റ്റ് സ്റ്റേറ്റ്മെന്റിലെ സബ്ജക്റ്റ് നോക്കിയിട്ട് തീരുമാനിക്കുക. മനോജ് സ്റ്റഡീസ് വെൽ. ഇവിടെ മനോജ് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഡസ് എന്ന് ചേർക്കുക. ഡസിൻ ഹി. സ്റ്റഡീസ് എന്ന് കാണിക്കുന്നത് പ്രസന്റ് ടെൻസിനെയാണ്, അതുകൊണ്ട് തന്നെ ഡസോ ഡുവോ വരും. മനോജ് തേർഡ് പേഴ്സൺ സിംഗുലർ എന്നുള്ളത് കൊണ്ട് ഡസ്.
ഡസ് നോട്ട് ഹി അല്ലെങ്കിൽ ഡസൻ ഹി എന്നുള്ളതാണ് ടാഗ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ടാഗ് ആണ് ഉള്ളത്. ദ സൺ എന്നുള്ളതിനെ മാറ്റി ഒരു പ്രോനൗൺ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് വരിക? ഇറ്റ്. സൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് ഡസ് എന്ന് വരും. ഡസൻറ്റ് ഇറ്റ്, ഇതാണ് അതിൻ്റെ ടാഗ്. ലെറ്റ്സ് ഫോളോഡ് ബൈ ഷാൾ വി. ലെറ്റസ് എന്ന് തുടങ്ങുന്ന സ്റ്റേറ്റ്മെന്റുകളിലെല്ലാം തന്നെ ഷാൾ വി എന്നുള്ളതാണ് ടാഗ്. ലെറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ ഫുള്ളായിട്ട്? ലെറ്റസ് എന്നാണ്. ലെറ്റസ് ഗോ ഹോം അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ഹോം, ഷാൾ വി. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, ഷാൾ വി. അങ്ങനെ വരുള്ളൂ. ലെറ്റ്സ് എന്ന് വെച്ചാൽ ലെറ്റ് അസ്. അപ്പൊ ലെറ്റ്സ് വെച്ച് തുടങ്ങുന്ന സ്റ്റേറ്റ്മെന്റുകളിലെല്ലാം തന്നെ ഷാൾ വി ആയിരിക്കും ടാഗ്. ഇമ്പറാറ്റീവ് സെന്റൻസുകളിലെല്ലാം തന്നെ വിൽ യു ആയിരിക്കും ടാഗ് ക്വസ്റ്റ്യൻ ടാഗ്. ഡോണ്ട് ബി ലേറ്റ്, എന്താണ് ഈ ഇമ്പറാറ്റീവ് സെന്റൻസ് എന്ന് വെച്ചാൽ? ഓർഡർ, കമാൻഡ്, റിക്വസ്റ്റ്, ഇതൊക്കെ. ഡോണ്ട് ബി ലേറ്റ്, വിൽ യു. ഓപ്പൺ ദ ഡോർ, വിൽ യു. അങ്ങനെ വരുള്ളൂ ഇമ്പറാറ്റീവ് സെന്റൻസിൽ. ലേറ്റ് ആകരുത്, ഡോണ്ട് ബി ലേറ്റ്, വിൽ യു എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ ഇമ്പറാറ്റീവ് സെന്റൻസുകളിലെല്ലാം തന്നെ വിൽ യു എന്നുള്ളതാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ്. സെന്റൻസസ് വിത്ത് ഹാർഡ്ലി, റെയർലി, സ്കേഴ്സ്ലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ എക്സെട്ര ടേക്ക് പോസിറ്റീവ് ടാഗ്. ഇപ്പൊ ഒരു സെന്റൻസിൽ നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് അറിയാൻ നോട്ട്, നൺ അങ്ങനെയുള്ള വേർഡുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും ഹാർഡ്ലി, റെയർലി, സ്കേഴ്സ്ലി, സെൽഡം തുടങ്ങിയ കുറച്ച് ഫ്യൂ, ലിറ്റിൽ തുടങ്ങിയ വേർഡ് ആ സെന്റൻസിൽ ഉണ്ടെങ്കിൽ തന്നെ ആ സെന്റൻസിനെ നെഗറ്റീവായി പരിഗണിക്കുന്നത് കൊണ്ട് പോസിറ്റീവ് ടാഗ് ആയിരിക്കണം. അത് ഓർമ്മിക്കണം. സെന്റൻസസ് വിത്ത് എ ലിറ്റിൽ, എ ഫ്യൂ. എന്നാൽ എ ലിറ്റിൽ, എ ഫ്യൂ എന്നാണ് സെന്റൻസിലെങ്കിൽ അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അവിടെ നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കുക. കാരണം ഫ്യൂ, ലിറ്റിൽ എന്ന് പറയുന്നത് നെഗറ്റീവ് സെന്റൻസ് ആണ്. എന്നാൽ എ ലിറ്റിൽ, എ ഫ്യൂ എന്ന് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവായി പരിഗണിക്കുന്നു. അപ്പൊ ഈ വേർഡുകളെല്ലാം തന്നെ ഹാർഡ്ലി, റെയർലി, സ്കേഴ്സ്ലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ ഇതൊക്കെ ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ ആ സെന്റൻസ് നെഗറ്റീവായി പരിഗണിക്കുന്നത് കൊണ്ട് പോസിറ്റീവ് ടാഗ്. എന്നാൽ എ ലിറ്റിൽ, എ ഫ്യൂ എന്നാണ് ഉള്ളത് സെന്റൻസിലെങ്കിൽ അത് പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ടാഗ് വരണം. വരുൺ സ്പീക്സ് 4 ലാംഗ്വേജസ്. ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഓക്സിലറി വെർബ് ഇല്ല, എന്നാൽ മെയിൻ വെർബ് ഉണ്ട്. ഏതാണ്? സ്പീക്ക്. അപ്പൊ സ്പീക്സ് എന്ന് കാണിക്കുന്നത് വരുൺ തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഏതാണ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരിക? ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കണം. ഇത് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് വരുൺ തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ടും ഡസ്. ഡസൻ ഹി, കാരണം സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ്. ഡസ് പ്ലസ് നോട്ട്, അതാണ് ഡസൻറ്റ്. ലെറ്റ്സ് ഗോ ഫോർ എ ഫിലിം, ഇതൊരു ലെറ്റ്സ് വെച്ച് തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ എന്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ? ഷാൾ വി. അത് വളരെ ഈസിയാണ്. ദ ഫ്ലാഗ് ഹാസ് 4 കളേഴ്സ് ഓൺ ഇറ്റ്. ഫ്ലാഗിൽ 4 കളേഴ്സ് ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ട്. ഹാസ് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹാസൻറ്റ് ഇറ്റ്. ഈ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഹാസ് പ്ലസ് നോട്ട്, അതാണ് ഹാസൻറ്റ്. ഹാസൻറ്റ് ഇറ്റ്. സോമു വെന്റ് ടു യൂണിവേഴ്സിറ്റി. ഇവിടെ വെന്റ് എന്ന് കാണിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഇതിൽ ഓക്സിലറി വെർബ് ഇല്ല. അപ്പൊ പാസ്റ്റ് ടെൻസ് സെന്റൻസ് ആയതുകൊണ്ട് ഏത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഡിഡ്. സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ ഡിഡിന്റ് ഹി. ഐ ആം ടു ലേസി, ഞാൻ വളരെ ലേസി ആണ്. ഇവിടെ ഒരു എക്സംഷൻ ആണ്. ഈ പോയിന്റ് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഐ ആം ടു ലേസി എന്ന് പറയുന്ന ഇതിന്റെ ടാഗ് ആറിൻഡ് ഐ എന്നാണ്. കാരണം ആമിന്റെ കൂടെ നോട്ട് ചേർക്കില്ല. അതോ ആ പോയിന്റ് വളരെ നന്നായിട്ട് ഓർമ്മിക്കുക. ഇതൊരു എക്സംഷൻ ആണ്. ആമിൻഡ് ഐ എന്നൊന്നും പറയാൻ പറ്റില്ല.
ആം വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിൽ, നെഗറ്റീവ് ടാഗ് ആണെങ്കിൽ ആറിൻ്റ് ഐ എന്നാണ് വരിക. എവരിബഡി വെൽക്കം ദ പ്രോജക്റ്റ്. എല്ലാവരും ആ പ്രോജക്റ്റ് വെൽക്കം ചെയ്തു എന്നാണ് പറയുന്നത്. വെൽക്കംഡ് എന്ന് കാണിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഡിഡ് ആണ് വരിക എന്ന്. ഇത് സെന്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഡിഡിൻഡ് എന്ന് വരും. പക്ഷേ ഈ എവരിബഡി എന്നുള്ളതിന് ഏത് പ്രൊനൗണാ ഉപയോഗിക്കുക? ദേ എന്നാണ് ഉപയോഗിക്കുക. എവരിബഡി, നോബഡി, സംബഡി, എനിബഡി ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സെന്റൻസിൽ അവിടെ ദേ എന്നുള്ള പ്രൊനൗൺ ഉപയോഗിക്കുക. ഡിഡിൻ ദേ? ഷീ റെയർലി ആബ്സെൻറ്റ്സ് ഹെർസെൽഫ്. ഇവിടെ റെയർലി എന്ന് കാണുന്നു ആ സെന്റൻസിൽ, സ്റ്റേറ്റ്മെന്റിൽ. അപ്പോൾ ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലായി. റെയർലി, സ്കേഴ്സ്ലി, ഹാർഡ്ലി, സെൽഡം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സെന്റൻസ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ടാഗ് പോസിറ്റീവിൽ വരണം. ആബ്സെൻസ് എന്ന് കാണിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഷീ തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് ഡസ്. ഡസ് ഷീ? നോബഡി ഹാസ് അറൈവ്ഡ് യെറ്റ്. ആരും ഇതുവരെ വന്നില്ല എന്നാ പറയുന്നത്. ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്. നോബഡി, നോബഡി, നൺ, നെയ്തർ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സെന്റൻസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ടാഗ് എന്ത് വരും? പോസിറ്റീവ്. ഹാവ് ദേ? ഇവിടെ എന്തുകൊണ്ടാണ് സെന്റൻസിൽ ഹാസ് എന്നും ടാഗിൽ ഹാവ് എന്നും വന്നത്? സെന്റൻസിൽ സബ്ജക്റ്റ് നോബഡി എന്നാണ്. അപ്പൊ നോബഡി എന്നുള്ളത് നമുക്ക് ടാഗിൽ ചേർക്കാൻ പറ്റില്ല. അതിന് പകരം ഒരു പ്രോനൗൺ ആക്കണം അതിനെ. അപ്പൊ നോബഡി, സംബഡി, എനിബഡി എന്നൊക്കെ വരുമ്പോൾ ദേ എന്നുള്ള പ്രോനൗൺ ആണ് ഉപയോഗിക്കുക. അപ്പൊ ദേന്റെ കൂടെ വരുമ്പോൾ ആ ഓക്സിലറി ഹാസ് ഉപയോഗിക്കാൻ പറ്റില്ല, ഹാവ് എന്നേ വരുള്ളൂ. അതുകൊണ്ടാണ് ഹാവ് ദേ. ഐ ആം നോട്ട് ലേറ്റ്. ഇവിടെ എന്താണ്? ആം ഐ? ആമിന്റെ കൂടെ നോട്ട് മാത്രമേ ചേർക്കപ്പെടാതെയുള്ളൂ. ഇവിടെ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ആം ഐ എന്ന് വരും. എന്നാൽ ഐ ആം ലേറ്റ് എന്നാണെങ്കിലോ ആറിൻ്റ് ഐ എന്നാ വരിക. ഐ ആം നോട്ട് ലേറ്റ് എന്നുള്ളത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് ടാഗ് ആം ഐ എന്നുള്ള പോസിറ്റീവ് ടാഗ് ആയി.